ഹലോ, ഇന്ന് ഒരു ഡേ വ്ലോഗ്, ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. കാരണം ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്, 4ാമത്തെ വർഷമാണ് കേട്ടോ. അപ്പം ഇത് കുറച്ചും കൂടെ സ്പെഷ്യൽ എന്ന് പറയാൻ, കുറച്ച് മധുരവും കുറച്ച് സന്തോഷം കൂടുതൽ വരാൻ കാരണം അപ്പയും അമ്മയും ഞങ്ങൾക്ക് എല്ലാവരെയും കിട്ടിയിട്ടുള്ള ഒരു വെഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. ഇത്രയും നാൾ വെഡിങ് ആനിവേഴ്സറിക്ക് ആഘോഷിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അപ്പേനെയും അമ്മേനെയും ബുദ്ധിമുട്ടിച്ചിട്ട് അവരെയൊക്കെ വേദനിപ്പിച്ച് സന്ദീപിനെയൊക്കെ വേദനിപ്പിച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ എനിക്ക് ഒരിക്കലും എൻ്റെ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും ഞാൻ ശരിക്കും മനസ്സറിഞ്ഞ് ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഒരു വ്ളോഗാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലത്തെ റൊട്ടീൻ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ് ഇത്. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫേസ് ക്ലീൻ ചെയ്തിട്ട് ക്ലീനപ്പ് ചെയ്യും. അതായത് ഫേസ് വാഷ് വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ഐസ് ക്യൂബ് എടുക്കും കേട്ടോ. വലിയ ചിലവില്ലാത്ത പരിപാടിയാണ്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൽ ഐസ് വെള്ളം നിറച്ചിട്ട് അതിനകത്തൊന്ന് മുഖം ഫേസ് ഡിപ്പ് ചെയ്ത് വെക്കുക. എനിക്ക് ശ്വാസം മുട്ടും, അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ ഒരു വിധം ഇതാണ് ചെയ്യുക, അതായത് ഐസ് ക്യൂബ് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം പ്രശാന്തന് പോകാൻ സമയമായി വർക്കിന്. അപ്പം ഞാൻ വേഗം ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ഞാനൊരു മുട്ട ഉണ്ടാക്കിയിട്ട് ചെയ്തു. അപ്പോഴത്തേക്കും തെന്നു എഴുന്നേറ്റു. നോക്കട്ടെ, അമ്മയുടെ മുത്തിനെ നോക്കട്ടെ. അമ്മയുടെ മുത്ത് ചിരിക്കൂ കേട്ടോ. അപ്പോൾ അച്ഛോ, ആനിവേഴ്സറി പ്രമാണിച്ച് ഞാനും തെന്നുവും കൂടെ പെട്ടെന്നുണ്ടായ ഒരു ഐഡിയ ആണ്. ഞാനും തെന്നുവും പൊന്നപ്പനുണ്ട്. പൊന്നപ്പൻ വരുന്നില്ല വ്ളോഗിൽ. കാണിക്കട്ടെ മിണ്ടുന്നത് പോലും ഇല്ല പൊന്നച്ചേട്ടൻ. നോക്ക്, വാ പറ പൊന്നച്ചേട്ടൻ്റെ അടുത്ത്. പൊന്നച്ചേട്ടാ വാ പറ. വരുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനും പൊന്നപ്പനും തെന്നും കൂടെ ഇവിടെ അടുത്തൊരു പൂക്കടയുണ്ട്, അവിടെ പോയിട്ട് ഒരു ബൊക്കെ വാങ്ങിക്കാൻ വിചാരിച്ച് പോവാണ്. ഞങ്ങൾ പോയിട്ട് വരാം. കമോൺ, ബൈ ദ ബൈ. പൊന്നപ്പൻ ഞങ്ങളുടെ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് പോകാം. പൊന്നപ്പന് സ്കൂട്ടിയുടെ കീ എടുക്കാൻ മറന്നു പോയി. അപ്പം പൊന്നപ്പൻ സ്കൂട്ടിയുടെ കീ എടുക്കാൻ പോയതാണ്. എന്താ പറഞ്ഞേ? ഹലോ ഗൈസ്, പാർക്കിൽ പോവല്ല, നമ്മൾ അപ്പയ്ക്ക് ഫ്ലവർ വാങ്ങിക്കാൻ പോവാണ്. എന്താണ് ഫ്ലവർ? പൊന്നച്ചേട്ടാ, സ്കൂട്ടർ ഡാന്ന് വിളിക്കരുത് പൊന്നച്ചേട്ടൻ. കയ്യിൽ വെച്ചോ താക്കോല്. എന്തൊക്കെയോ തെന്നൂസ നീ പറയുന്നേ? എന്തോ സൗണ്ട് കേൾക്കുന്നേ? എയർപ്ലെയിൻ പോകുന്നുണ്ടോ? എങ്ങനെ കൈ വെച്ച് നോക്കുമല്ലോ? എങ്ങനെയാ? വെയിലൊന്നുമല്ല, ഇപ്പൊ മഴയല്ലേ, മഴ ഒന്ന് തോർന്ന് നിക്കുക. സ്കൂട്ടർ വരുന്നുണ്ടോ? വരുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പൊട്ടറ്റോ ഫ്രൈ, പിന്നെ ഞങ്ങൾ ഇന്നലെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മീൻ വറുത്ത് വെക്കണേന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അവിയൽ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ടേസ്റ്റി നിബിൾസ് ഉണ്ട്. അപ്പം ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇങ്ങനെ അവിയലിൻ്റെ ടേസ്റ്റി നിബിൾസിൻ്റെ വാങ്ങിക്കുന്നത് കണ്ടായിരുന്നു. അപ്പം എനിക്കതൊന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ച് ഏറ്റവും കൂടുതൽ വിലക്കുറവുള്ള കുറവ്
വിലയുള്ള ഒരു ടേസ്റ്റ് ടേബിൾസിൻ്റെ പാക്കറ്റ് അവിയലിൻ്റെ ഞാൻ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. സക്സസ് ആവുമെന്ന് അറിയത്തില്ല, എന്തായാലും നോക്കാം. ഇതാണ് ടേസ്റ്റി നിബിൾസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ പേര് യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇതിന് 102 രൂപയാണ് കേട്ടോ. ഞങ്ങൾ നെസ്റ്റോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ സാധനം ഇതിനകത്തോട്ട് ഇട്ടിട്ട് 3 മുതൽ 5 മിനിറ്റ് വരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാനാണ്, അതായത് ഇളക്കാനാണ് പറഞ്ഞേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിൽ നമുക്ക് 3 മുതൽ 5 മിനിറ്റ് വരെ ഇട്ട് വെക്കാം. അപ്പോൾ തിളച്ച വെള്ളത്തിൽ 3 മുതൽ 5 മിനിറ്റ് ഇട്ട് വരെ ആ വെള്ളത്തിൽ നമുക്ക് ഉപയോഗമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നോക്കി നോക്കാം. തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളി സാധനമാണ് കേട്ടോ. അവിയൽ കറി 200 ഗ്രാം 9/2/2024 പാക്ക് ചെയ്തതാണ്. അപ്പോൾ ഇനി ഇത് ഞാൻ പൊട്ടിച്ചിട്ടത് കാണിക്കാം. ഇങ്ങനെയാണ് കേട്ടോ സംഭവം വന്നേക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ, നല്ല മണമൊക്കെ ഉണ്ട്. ഇത്രയേ ഉള്ളൂ ഈ കണ്ടെയ്നറിൽ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിന് 102 രൂപയായിരുന്നു. ഇപ്പോൾ തന്നെ ഞാൻ ഇപ്പുറത്ത് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈയും വെക്കുന്നുണ്ട്. ബൊക്കെ വാങ്ങിക്കാൻ പോയി വരുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സമയമായി. അതുകൊണ്ടാണ് ഞാൻ വേഗം ചടപടിയിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ ഒന്നും വിശേഷങ്ങളൊന്നും പറയാൻ വയ്യ. വേഗം കറിയെല്ലാം സെറ്റാക്കി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വരുമെന്ന് തന്നെ അറിയത്തില്ല. സാധാരണ ഉച്ചയ്ക്ക് പ്രശ്നം കഴിക്കാൻ വരാറില്ല കേട്ടോ. അപ്പം ഇന്നെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്ന് മാത്രം. ത്വരയ്ക്ക് ഇതെല്ലാം ഒന്നെടുത്ത് പുറത്തിട്ടതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഈ ക്ലീനിങ് പരിപാടിയുണ്ട്. അപ്പോൾ എനിക്ക് ഇതും ചെയ്യണം അതും ചെയ്യണം, എല്ലാം കൂടെ ഒരുമിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണെന്നറിയത്തില്ല ഗൈസ്, പക്ഷെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം നിങ്ങളോട് പറയാം. ഇവിടെ ഈ സൈഡിൽ ഇതും കൊടുത്ത് കിടത്തേക്കാണ്, അതുകൊണ്ട് തിന്നത് കാണാന് അല്ലേ അല്ലേ. ഫ്ലവർ എവിടെ മോനെ? ഫ്ലവർ എവിടെ നോക്കട്ടെ. ഇന്നലെ വെച്ച മീൻകറിയാണ് കേട്ടോ. ഇപ്പം ഞാനത് വേഗം ഒന്ന് ചൂടാക്കാൻ വെച്ചു. തലേ ദിവസം മീൻകറി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പം ഇതിനകത്തുണ്ട് തലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു തല, ഇവിടെ ഒരു തല. ഇത് ഏത് മീനാണെന്ന് ഞാൻ മറന്നുപോയി. കഷ്ണമീനാണ് കേട്ടോ. പിന്നെ വറക്കാനുള്ളത് അയിലയുടെ മീനാണ്. അല്ല, അയിലയുടെ മീനല്ല, അയില മീനാണ്. അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ടുണ്ട് വറക്കാൻ വേണ്ടിയിട്ട്. അത് സെറ്റായിട്ടില്ല, ഫ്രീസായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ മീനൊക്കെ വറുത്ത് സെറ്റായി കഴിഞ്ഞതിന് ശേഷം പ്രശാന്തേട്ടൻ വന്നു. പ്രശാന്തേട്ടൻ വരുമ്പോൾ ഞാനൊരു ബൊക്കെയൊക്കെ കൊടുക്കുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പം വേണ്ടവർ പോയി കാണണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ വേറെ വരുന്നുണ്ട് കേട്ടോ. അത് പ്രശാന്തേട്ടൻ എനിക്ക് സർപ്രൈസ് തരുന്ന ഒരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോയും കാണുക. അപ്പം ടാറ്റ ആൻഡ് ബൈ. കഴിച്ചിട്ടൊക്കെ പോയി. അപ്പം ഞാൻ ഈ സെക്ഷനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി തുടച്ച് വെച്ചു. ഇത് ഒരുപാട് പാത്രങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ അടുക്കളയിൽ ഷെൽഫില്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെ ഒരു സ്റ്റൂളിൻ്റെ മണ്ടയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടിയിലേക്ക് നമുക്ക് വേണേൽ വെക്കാം അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞാൽ